നമ്മൾക്കിനി മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകാം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായി ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. GCDAയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും ചേർന്നുള്ള സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന് നടക്കും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്റ്റേഡിയം നവീകരിച്ചതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായി പ്രഖ്യാപിക്കുന്നത്. ഈ മാസം 22-ന് കൊച്ചിയിൽ നടക്കുന്ന ആദ്യ ഹോം മത്സരത്തിൽ മുംബൈ സിറ്റി FC ആണ് എതിരാളികൾ. ഷാബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷാബാസ്, ഗുഡ് മോർണിംഗ് ഷാബാസ് അഹമ്മദ്. അങ്ങനെ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, മുഖം മാറിയ നെഹ്റു സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം തട്ടകമാകാൻ പോവുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി നമ്മൾ കാതോർക്കുകയാണ് അല്ലേ ഷബാസ്? ആ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും പങ്കുണ്ട് എന്നുള്ളത് വളരെ അഭിമാനം നൽകുന്ന ഒന്നാണ് ഈ ഘട്ടത്തിൽ. തീർച്ചയായും അരുൺകുമാർ, അത്തരത്തിൽ അഭിമാന നിമിഷം തന്നെയാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏറ്റവും മികച്ച രീതിയിൽ നവീകരിച്ച ആ കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് കേരളത്തിന്റെ കൊമ്പന്മാർ തിരികെ വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ ISL സീസണിലെ ഹോം ഗ്രൗണ്ടായി കൊച്ചി സ്റ്റേഡിയത്തെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ GCDAയും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും സംയുക്തമായാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഈ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് പ്രഖ്യാപനം ഉണ്ടാവുക. നേരത്തെ ISL തുടങ്ങുന്നതിലടക്കം വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഈ കൊച്ചി സ്റ്റേഡിയം വിടുന്നതിനുള്ള ആലോചനകൾ ഈ മാനേജ്മെന്റ് നടത്തിയിരുന്നു. പിന്നാലെയാണ് GCDA അടക്കം ഇടപെട്ടുകൊണ്ട് ഈ മികച്ച രീതിയിൽ നവീകരിച്ച ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. അതിന്റെ ഭാഗമായി GCDA ചില ഇളവുകളടക്കം നൽകിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ, ഈ കേരളത്തിന്റെ കൊമ്പന്മാരെ കൊച്ചിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. ഇനിയുള്ള ISL സീസണിലെ ഹോം ഗ്രൗണ്ടായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായി കൊച്ചി സ്റ്റേഡിയം തന്നെയാകും ഉണ്ടാവുക. ഇന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമടക്കം നടക്കും. പുതിയ കോച്ച് ഡേവിഡ് കറ്റാലിയുടെ നേതൃത്വത്തിൽ ടീം മുഖം മിനുക്കിക്കൊണ്ട് വലിയ പ്രതീക്ഷകളോടെയാണ് ഈ സീസണിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ ടീമിലുണ്ട്. പരിശീലന മത്സരങ്ങളടക്കം തുടങ്ങിക്കഴിഞ്ഞു. വലിയ പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെയുള്ളത്. സ്റ്റേഡിയം മുഖം മിനുക്കി വലിയ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട ടീം കൊമ്പന്മാർ പുതിയ മത്സരങ്ങൾക്കായി ഈ കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് വീണ്ടും എത്തുന്നു എന്ന ഇരട്ടി സന്തോഷമുണ്ട് അരുൺകുമാർ ഈ സീസണിൽ. ഓക്കെ, താങ്ക് യു ഷബാസ്. അതിൽ നമുക്കും ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഒരുപാട് കുത്തിത്തിരിപ്പുമായിട്ട് ചില വിദ്വാന്മാരൊക്കെ നടന്നിട്ടാ ഇങ്ങനെ. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. സ്റ്റേഡിയം നവീകരിച്ചു, നല്ല വൃത്തിയായി വെടിപ്പായി അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സംയുക്ത വാർത്താ പ്രഖ്യാപനത്തിന്. എല്ലാവരും വരണം കേട്ടോ. അപ്പോൾ അത് കാണുകയും ചെയ്യുക, ആസ്വദിക്കുകയും ചെയ്യുക. ഫുട്ബോൾ, നമ്മുടെ കളിസ്ഥലങ്ങളൊക്കെ നവീകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? കുട്ടികൾ കളിക്കട്ടെ, അതേപോലെ കളിസ്ഥലങ്ങളിലുള്ള കളികൾ കണ്ടവർ പഠിക്കട്ടെ. താരങ്ങളൊക്കെ വരട്ടെന്നേ, നല്ല ടീമുകളും.